ഹലോ ഗായ്സ്, അപ്പോൾ ന്യൂജൻ ഗെയിംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കലും കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സ് ആണ്. 2 കമൻറ്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് റോബ്ലോക്സ് ആണ്. റോബ്ലോക്സിന് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തവർക്ക് താങ്ക്സ്. ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മുടെ ലക്ഷ്യം 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്ന് കളിക്കാൻ പോണത് ഇതാണ്, സ്കൂൾ എസ്കേപ്പ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ സഹായിച്ചിട്ട് ഒരുമിച്ച് നമ്മൾ പോകുന്ന ഇതാണ്, എസ്കേപ്പ് ആവുന്നതാണ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ 2 സ്വിച്ച് ഉണ്ടാവും. അതേ ഒരാൾ ഞെക്കാവും, എന്നിട്ട് പോവുക. ഒരു വഴി വരും, അതിലേക്കൂടെ പോവുക. അപ്പോൾ വേറെ ആൾ ഞെക്കുക, എന്നിട്ട് അവരിങ്ങോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. പ്ലേ ഞെക്കുക. എന്തൊരു ആശ്വാസം, സാറാണ് ഗീച്ചത്. അപ്പോൾ ഇവിടെ വന്ന് ഒരാൾ ഓറഞ്ച് ഞെക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആരും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പോയി അതേ കയറി നിന്ന്. ആരും വന്നില്ല കേസ്, ഒരുത്തം പോയിന്ന് തോന്നുന്നു. അതേ ഇവിടെ നിൽക്കണം, ബഗ് അടിച്ചിട്ട് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ അവൻ പറ്റിച്ചു കേസ്. നമ്മൾ മറ്റവനെ സഹായിക്കാത്ത കാരണമാവും നമ്മൾ കയറുന്നപ്പോൾ നമ്മളവൻ തട്ടിയത്. അപ്പോൾ അവരൊക്കെ അപ്പുറത്ത് പോയി, നമ്മളെ സഹായിക്കാനും ആരുമില്ല. ഇനി സൈഡ് കയറുന്നു പോകാൻ പറ്റുമോ നോക്കി നോക്കാം. ഇല്ല ഗീസ്, സൈഡ് കയറുന്നു പോകാൻ പറ്റത്തൊന്നുമില്ല. ഇതൊക്കെ ഒരു സ്കൂളാണോ? നമ്മളപ്പോൾ അവർക്ക് ഞെക്കി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോവാം. ഇനി അവരുടെ ഒപ്പം. അപ്പോൾ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾ ഞെക്കി തന്നു, വിട്ടിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചത്തു. ഇങ്ങനെ കേസ് നമ്മളിങ്ങനെ പോകുമ്പില്ലേ അവർക്കൊരിതുണ്ടാവും, നമ്മളിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങനെ വിചാരിച്ചിട്ട് അവരങ്ങ് വിട്ടു. അതാണ് നമ്മൾ സ്പീഡിൽ ഓടിപ്പോണം. ഞാൻ ബ്ലൂ നിൽക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാട്ടം നിൽക്കണേ, അവൻ നമ്മളെ സഹായിച്ചല്ലേ. അപ്പോൾ ഇനി അവൻ ഇത് നിൽക്കിയിട്ടുണ്ട്. അവൻ വിശ്വസിച്ച് ഞാൻ കളിക്കുന്നുണ്ട്. അവനെ വിശ്വസിച്ച് അവനല്ലല്ലോ നമ്മളെ കൊന്ന്. ഇവിടെ എത്തിയോ കേസ്? അപ്പം ഇങ്ങോട്ടാ പോകേണ്ട കേസ്. അവൻ വീണ്ടും വന്ന് അത് പിടിച്ച് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഓടിപ്പോവാം. അവനെങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പണി പാടും. അവൻ മഞ്ഞില്ലല്ലോ കേസ്. ഞാനപ്പോൾ പോയി ബ്ലൂ നീക്കി പിടിക്കുന്നുണ്ട്. പിടിച്ച് കളിക്കുകയാണ്. അപ്പുറത്തേക്ക് ഞാൻ റെഡിൽ കൂടെ പോവാം. അപ്പോൾ ഗേസ് അപ്പുറത്തെത്തുമെന്ന് തോന്നുന്നു. ഗേസ് എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ അവനിങ്ങനെ അവൻ വീണ്. ഞാൻ വിട്ടാലോട്ടോ ഗേസ്, അവൻ തന്നെ വീണാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളിനി അങ്ങോട്ട് സഹായിക്കാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ അവർ തന്നെ വേണ്ടേ. നമ്മളിനി അങ്ങോട്ടെങ്ങനെ പോവാം? നമുക്ക് ചാവണ്ടി വരുമെന്ന് തോന്നുന്നു. ചത്തു ഏസ്. അപ്പം നമ്മൾ വീണ്ടും ആ ഓറഞ്ച് വാതിലിൻ്റെ അടുത്തെത്തി. അവൻ ഞെക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ നേരം കൊണ്ട് ഓടിപ്പോയി. നമ്മൾ റെഡ് ചത്തോ? ഇല്ല അല്ലേ. ബ്ലൂ ഞെക്കി കൊടുക്കാത്ത എന്താ? അവൻ റെഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് പോവാണ്. ഇനി അവൻ പോയി ബ്ലൂവെ ഞെക്കാണെങ്കിൽ അവന് വരായിരുന്നു. അവൻ അങ്ങോട്ട് തന്നെ പോകണേ. അപ്പം ഇനി അവനങ്ങോട്ട് വിട്ട്. എന്താണ് ഗൈസ്, വന്നിട്ട് വരായിരുന്നില്ലേ. ഞാൻ അപ്പം അവനെ വിട്ടിട്ടുണ്ട്. കാരണം അത്ര അയ്യോ, നമ്മളിനി സഹായിക്കാൻ ആരുമില്ലല്ലോ. കുഴപ്പമില്ല, അവർ രണ്ടുപേരും വരട്ടെ അല്ലേ.
ഒരാൾ ഞെക്കി പിടിക്കുക, ഒരാൾ വരും, അങ്ങനെ വന്നാൽ പോരെ. 2 പേരും മതി ശരിക്കും ഇത് കളിക്കാൻ. ഗൈസ്, അപ്പോൾ അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനി അവന് ബ്ലൂ സ്വിച്ചിക്ക് കൊടുക്കണം. മറ്റവൻ മരിച്ചു. കണ്ടോ, നമ്മളിനി റെഡ് സ്വിച്ച് ആക്കി കൊടുക്കണ്ടേ. ഒരു വരുമോ നോക്കട്ടെ ആദ്യം. ഇവിടെ എത്തിയ റെഡ് സ്വിച്ച് ആക്കി കൊടുത്താൽ പോരെ. അപ്പോൾ ഇത് നമുക്ക് റെഡ് സ്വിച്ച് ഞെക്കി കൊടുക്കാം. ഗൈസ്, അപ്പോൾ ഒരു വെണ്ണുണ്ട്. ഒരാൾ വന്നിട്ട് ഞെക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അവനെ വിശ്വസിക്കാണ്ട, അവനടക്ക ചൂടിപ്പോയതുണ്ട. അപ്പോൾ നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. നമ്മൾ ആ പച്ച ഞെക്കി തരാൻ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അവൻ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് പച്ച വെക്കാൻ. അപ്പോൾ അത് നിൽക്കണം. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്ക് അവന് ബ്ലൂ ഞെക്കി കൊടുക്കണം. എന്നിട്ട് അവൻ നമുക്ക് പിങ്ക് ഞെക്കി തന്നിട്ടുണ്ട്. അയ്യോ, ഇപ്പോൾ വീണില്ല ഭാഗ്യം. നമുക്ക് അവന് റെഡ് ഞെക്കി കൊടുക്കാം. നമുക്ക് പോവാം ഗൈസിനി. ഇതെന്താ? അപ്പോൾ സാധനം ഇതെന്താ ഗൈസ് ഇവിടെ ചെയ്യുക? നമ്മൾ സ്വിച്ച് ചേർന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ വെച്ചേണേ? ബ്ലൂ അല്ല റെഡ്. അതേ ഗൈസ്, അവിടെ എഴുതിയിട്ടിട്ടുണ്ടോ തലേ കയറിപ്പോവാൻ. തലേ കയറാം അങ്ങനെ ഗൈസ്. നമ്മളെന്നിട്ട് റെഡ് കയറി നിൽക്കുമ്പോൾ കോണി വരുമല്ലേ. ഞാൻ പച്ച കയറി നിൽക്കണം. നമ്മളങ്ങോട്ട് പോകണം ഗൈസ്. കുറച്ചേക്ക് ഓക്കെ ഗൈസ്. മറ്റേ സാധനം ചാടുന്ന സാധനം തുമ്പത്ത് നിന്ന് ഗൈസ്. എപ്പോൾ പോയെന്നറിയില്ല. ഇപ്പോൾ ഈ സാധനം മണ്ണുണ്ട്. അതിന് നമുക്ക് ഓറഞ്ച് ആക്കി കൊടുക്കാം. തുമ്പത്ത് ഇനി ആർക്കാ ഗ്രീൻ നിൽക്കണേ. പാവം പിടിച്ചിട്ടുണ്ട്. നമുക്ക് പോകാൻ ധൈര്യത്ത്. അയ്യോ, ഒത്തിരി ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൈസ്. അവൻ നമ്മളെ പറ്റിച്ചു ഗൈസ്. ഇപ്പോൾ ഇവനാണെങ്കിൽ ഒരു പേടിയില്ല. ഇവൻ നിന്നോളും. നമ്മളവിടെ എത്തി കുറേ നേരം കഴിഞ്ഞിട്ട് അവൻ മാറുള്ളൂ. കേട്ടോ, ഇനി ഓറഞ്ച് ബ്ലൂവിന് ഞങ്ങളെല്ലാവരും പോകും. ഈ ഫ്രണ്ടിൽ നടക്കുന്ന ഉടായ്പാണ് ഗൈസ്. അവന് പോകാൻ എല്ലാവരും വഴി ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ അവനുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മര്യാദ കൊടുക്കത്തില്ല. പകുതിയാവുമ്പോൾ അവൻ നിർത്തിയിട്ട് പോകും. അപ്പോൾ പിങ്ക് അവൻ ഇട്ടിട്ടുണ്ട്. അവൻ വന്നിട്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്വിച്ച് ഇടാൻ നിൽക്കുന്നുണ്ട്. അവനെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. ഞാൻ പിങ്ക് കയറി നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ അവൻ ഞെക്കി തരും ഗൈസ്. ബ്ലേഡ് ഉണ്ട് ഗൈസ്. പിന്നെ ബ്ലൂ റെഡ് ഞെക്കണം. റെഡ് കഴിഞ്ഞ് ഗ്രീൻ ഞെക്കിയിട്ടുണ്ട്. ഇനി അവൻ ഓറഞ്ച് വെക്കണം. നമുക്ക് രണ്ടുപേർക്കും പോയി അവൻ പോയി ഗൈസ്. കണ്ട ഉടായ്പ ഗൈസ്. അവന് പോയാൽ മതി. അവനിപ്പോൾ തന്നെ കണ്ട ഇപ്പം തന്നെ വരും ഗൈസ്. കാരണം എന്താ, രണ്ടുപേരില്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവന് ഗൈസ്. അപ്പോൾ ഗൈസ് ഓറഞ്ച് നമുക്ക് നിൽക്കാം. ഗൈസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോകാം.
അവൻ റെഡ് ഞെക്കി തരട്ടെ. ഇനി ഗ്രീൻ ചാടി നോക്കാം നമുക്ക്. ഉണ്ടാകണ്ട. ഗ്രീൻ ഞെക്കിയിട്ടുണ്ട്. ഇനി റെഡ് നമുക്കവന് റെഡ് ഞെക്കി കൊടുക്കണം. ഇനി ഗ്രീൻ ഞെക്കുക. റെഡ് വെക്കുക. ഇപ്പോൾ അവനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവൻ വന്നില്ലല്ലോ ഗൈസ്, അവന് ബഗ്ഗായെന്ന് തോന്നുന്നു. നമുക്കിനി ഇപ്പോൾ പോകാം. അവൻ ഗ്രീൻ ഞെക്കി തന്നിട്ടുണ്ട്. റെഡ് ഞെക്കി സൈഡിപ്പോൾ ഇനി ഗ്രീൻ. ഇനി അവന് നമ്മൾ ഞെക്കി കൊടുക്കണം. അപ്പോൾ ഗൈസ് അവനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലൂ സ്വിച്ച് ഞെക്കി കൊടുക്കാം. അവൻ അപ്പുറത്ത് പോട്ടെ. അവൻ നമുക്കിനി ഞെക്കി തരും. നമുക്കിനി കോണിപ്പടി കയറാം. ഇവിടെ ഒരെണ്ണോടെ ഉണ്ട്. അവൻ പോട്ടെ ആദ്യം. അങ്ങോട്ടാണ് പോണേ. അവിടെ ആയിരിക്കും. അല്ല കേസ് ഇവിടെയല്ല. ഞാനപ്പോൾ അപ്പുറത്തേക്ക് ഓടിപ്പോയി. അവൻ വന്നുണ്ട്. അപ്പോൾ കേസ് ചാടാം നമുക്ക്. കേസ് ചാടിയിട്ടുണ്ട് അവൻ. എൻ്റെ മുന്നോ കേസ് അവൻ ഒരു മറ്റേ സാറല്ലേ ഇത്, സാറ് പിടിക്കാൻ വന്നിട്ടുണ്ട്. എന്താ ഈ ചങ്ങലയുടെ ശബ്ദമൊക്കെ സാറിൻ്റെ അതിൻ്റെ കേസൊക്കെ നമ്മൾ ഓടാണ്. അതൊക്കെ കേസ് ഇവിടെ റൂമുണ്ട്. അയാൾ പുറകിലുണ്ടെന്ന് തോന്നുന്നു. കേസ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. കേസ് നല്ല ഒച്ച കേൾക്കുന്നുണ്ട് എൻ്റെ പുറകിൽ നിന്ന്. നമുക്ക് പയ്യെ തിരിഞ്ഞേക്കാം. കേസ് ഒച്ച പോയി. അതേ കേസ് അവൻ താക്കോലും കൊണ്ടായി വന്നു. അതെന്താ ബോംബൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബ്ലൂ എടുത്ത്, അവനും ബ്ലൂ എടുത്തു. ഇങ്ങനെ ഇനി അവൻ എൻ്റെ തലയിൽ കയറിയിട്ട് അപ്പുറത്തേക്ക് പോകണം. അവൻ ചാടിയ ചത്തു പോകും. ഇനി അപ്പുറത്തേക്ക് നമ്മൾ പയ്യെ കൊണ്ടുപോകണം അവനെ. ഇനി അവൻ നിൽക്കണം. നമ്മൾ അവൻ്റെ തലയിൽ ചവിട്ടി പയ്യെ പോകണം. ഗൈസ് കണ്ട, ഞാൻ പറഞ്ഞില്ലേ റെഡ് നമ്മളെ ചവിട്ടി ചത്തു പോകുന്നു. അപ്പോൾ അവൻ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് ബ്ലൂ തന്നെ എടുക്കണം. അയ്യോ ഗൈസ്, ഞാൻ ആ സൈഡായിരുന്നു പോകാൻ നോക്കി. വീണ്ടും ചത്തു. നമുക്ക് ബ്ലൂ എടുത്തിട്ട് എൻ്റെ തലയിൽ പോയി നിൽക്കുക. എന്നിട്ട് ഒരു ചാട്ടം ചാടുക. നമുക്കിവിടെ നിൽക്കാം. അയ്യോ ചാടിയത് ഓവറായിപ്പോയി ഗൈസ്. ഗൈസ് അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അവനെ സഹായിക്കാൻ. ഗൈസ് ഞാൻ ബ്ലൂ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ തലയിൽ കയറി പോയിക്കോ. അയ്യോ ഞാൻ നേരത്തെ ആ വഴി പോയില്ലേ, അപ്പോൾ അവനത് നോക്കിയതാണ്. പക്ഷെ അവൻ ചത്തിട്ടുണ്ട്. അവൻ എൻ്റെ തലയിൽ ചവിട്ടി പോകും. വീണ്ടും ചത്തു. നല്ല പാടാണ് ഗൈസ്. ഞാൻ വെറുതെ നോക്കി. എനിക്ക് പറ്റുന്നുണ്ടല്ലോ. നല്ലോണം സൈഡ് ഇറന്ന് വേണം ഗൈസ്. അതാണ് എന്താ നമ്മളിപ്പോൾ ഇല്ലാത്തതാണ്. അവൻ വെറുതെ ചാടി നോക്കിയതാണ്. നമ്മൾ നടുക്കി ഇവിടെ സൈഡ് ഇറന്ന് നിൽക്കാം. നമുക്ക് പയ്യെ 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 ഗൈസ് അപ്പം അവൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളാണ് അവിടെ പോയി ഗൈസ് അപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അവനാണ്. ചാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അപ്പം ഗൈസ് അങ്ങനെ അവനെ എത്തി. നമുക്ക് അപ്പുറത്തെ റൂമിലേക്ക് പോകാം. അവൻ ഞെക്കി തന്ന് ഞാൻ പോയി. ഇവിടെ ഞാൻ ഞെക്കി കൊടുത്ത്. ഇതും മറ്റേതുപോലെ ആവും ഗൈസ്, ചാടാനുള്ള. അല്ല ഞാൻ അവിടെ പോയി നിൽക്കണം ഇനി. എന്നിട്ട് അവൻ എൻ്റെ തലയിൽ ചവിട്ടി ചാടും.
എന്നിട്ട് അവനവിടെ പോയി കണ്ട. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ ചാടി അപ്പുറത്തേക്ക് പോകണം. അവൻ ഞെക്കി തിരിഞ്ഞാൻ പോട്ടെ ആദ്യം. ഞാനപ്പോൾ പോയിട്ടുണ്ട്. ഇതെന്താ ഗൈസ് ബാത്റൂം മാസ്ക് സൂക്ഷിക്കണേ. നമ്മൾ ഞെക്കി വളർത്തിട്ടുണ്ട്. ഇനി കണ്ടാൽ നമുക്ക് ഏണി വന്നിട്ട് നിൽക്കട. നമ്മളപ്പോൾ അത് കയറിയിട്ട് മുടക്കിയിട്ട് നമ്മൾ ഞെക്കി കൊടുക്കും. വായോ വായോ. ഇത്ര നേരമാണ് കോണിക്കേറാൻ. നമുക്ക് പയ്യെ നോക്കി നോക്കിയാലോ. പോയാ അതാണ്ടല്ലോ. നമുക്ക് ഞെക്കി കൊടുക്കാൻ കൂടി. ഇപ്പോഴാണ് നമ്മൾ എത്തിയത്. ഈ വഴിയാവാനാണ് സാധ്യത. അടച്ചിട്ട് ഇവിടെ ഉണ്ടല്ലേ. പച്ച ഞെക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ഇനി ഓറഞ്ച്, അതിന് ബ്ലൂ, ഇനി നമ്മൾ അവന് ഞെക്കി കിടക്കണം. ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ. അപ്പോൾ അവനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവൻ നമുക്ക് ഞെക്കി തരട്ടെ. ഗ്രീൻ ഞെക്കിയിട്ടുണ്ട്. ഓറഞ്ച് ഞെക്കിയോ? ഓറഞ്ച് ഞെക്കിയിട്ടുണ്ട്. ബ്ലൂ ഞെക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അവന് ഞെക്കി കൊടുക്കണം. ഗ്രീൻ, കറക്റ്റ് ഓർഡറിനാട്ടോ വെച്ചേക്കണേ. ഓറഞ്ച്, ബ്ലൂ. അടിയിൽ ടൈം കണ്ട. ടൈം കുറവാണ് ഗൈസ്. നമുക്ക് പെട്ടെന്ന് വന്നാൽ ഇതെന്താ ഗൈസ് ഇങ്ങനെ കാണുന്നില്ല. അവന് കാണുമോ? ഇനി അടുത്ത് ഓറഞ്ചാണ്. ചാടിയിട്ടുണ്ട്. ശബ്ദം കേൾക്കുമെന്ന് ഗൈസ്. ഇനി നമ്മൾ ഗ്രീൻ ഞെക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചാടിയിട്ട് ആദ്യം ബ്ലൂ അല്ലേ? ബ്ലൂ ആണ്. ഗ്രീൻ അല്ല, ബ്ലൂ ആണ് ഗൈസ്. ഗ്രീൻ ഇവിടെയല്ലേ എത്തണേ. ബ്ലൂ ഞെക്കാം. ഇത്ര നേരം വേണോ? സ്റ്റെപ്പ് 2 സ്റ്റെപ്പല്ലേ ഗൈസുള്ളൂ. നമുക്കൊന്ന് നോക്കി നോക്കാൻ വയ്യേ. കാണാനൊന്നുമില്ലല്ലോ ഗൈസ്. ഗൈസ് ആ കൈ കണ്ട. അവൻ അവിടെ എത്തിയിട്ട് വീരാട്ടാ. ഇങ്ങനെ വെച്ചാൽ മതി കാണാം. മറ്റേ ചാടുന്നതാണ്. അടിയിലുണ്ടാ ചാടുന്ന സാധനം. അപ്പം അവൻ വരട്ടെ. ഒരു ചാട്ടം ചാടാണ്ട് 2 ചാട്ടം ചാടണമെങ്കിൽ അതിൻ്റെ സ്പീഡ് കിട്ടണമെങ്കിൽ അവൻ ഒറ്റ ചാട്ടത്തിൽ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. അതാണ് ഇത്ര നേരം. കണ്ടോ, അവൻ ഒറ്റ ചാട്ടം കയറാനാണ്. 2 ചാട്ടം ചാടിയാൽ സിമ്പിളായിട്ട് കയറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഓറഞ്ചൊക്കെ കിടക്കാം. നമുക്ക് ഗ്രീനൊക്കെ കിടക്കിനി അവിടെ വീരാണ്ട് വന്നു. ഗൈസ് അപ്പോൾ അവൻ എത്തിയിട്ടുണ്ട്. നമുക്കിനി താഴേക്ക് പോകാം. ഇതെന്താ മേളിൽ പോയി ഞെക്കണം. അതേ വെച്ച് വന്നു. കേസ് മേളിൽ നമുക്ക് കാണാം. അവനപ്പം നമുക്ക് താഴെ മേളിൽ നോക്കിയാൽ നമ്മളെ കാണുന്നുണ്ടാവും. അപ്പോൾ ഓറഞ്ച് നോക്കിയിട്ട് അവൻ നോക്കിയിട്ട് പോകും. അങ്ങനെയാണ് കേസ്. പിങ്ക് ഇവനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിങ്ക് ഞെക്കിയിട്ടുണ്ട്. അയ്യോ ഇത് നമ്മളവിടെ ഒരു കുഴി ഉണ്ടായിരുന്നു. അവിടെ ചാടി ചത്തു.
അപ്പോൾ ഗൈസ് അവനും കണ്ടു വന്നിട്ടുണ്ട്, ഞാനും ചാടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ അവൻ വന്നു. അപ്പോൾ അവൻ നിൽക്കാം, നീ പോന്നു, ഞാൻ നിൽക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് അവൻ വരും, എന്നാൽ ഞാൻ പോയി, ഞാനെന്നാ പോയി നിൽക്കാം ഗൈസ് മേളിൽ. ആദ്യം ബ്ലൂ അല്ലേ, ബ്ലൂ നിൽക്കിയിട്ടുണ്ട്. ഇനി റെഡ്, പോങ്ങോട്ട്. ഇനി ഓറഞ്ച്, ഇതേ അവിടെ ഇങ്ങനെ കാണും. അതേ കേസ് പിങ്ക് ഇവിടെ വന്നാൽ കാണാമല്ലോ, കണ്ട. ഇനി പിങ്ക്, അവിടെ ഞാൻ കേസ് വീണത്. ഇനി റെഡ് അല്ലേ, റെഡ് അവിടെ. ആ കേസ് ഇപ്പം പോയിട്ടുണ്ട്. ഇനി ബ്ലൂ ഇവിടെ വന്ന് അവനെങ്ങനെ അവിടെ വന്നു നമുക്കറിയാം. ആ വീട്ടേ അവിടെ ഒരു കോണിപ്പടി ഉണ്ടാവും, അപ്പം അത് കയറി വരുന്നുണ്ടാവും. ആ ഗൈസ് അവൻ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അവൻ ഗ്രീൻ ഞെക്കി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. എന്താ ഒരു ഡോറ്. ആ ഗൈസ് ഗണ്ണ് കിട്ടി, എന്തൊക്കെ വെച്ചാൽ അതേ ഗൈസ് എട്ടുകാലി. വെടി വെക്കണ്ട് ഞങ്ങൾ രണ്ടുപേരും. ഹെൽത്ത് കാണിക്കുന്നില്ലല്ലോ അവിടെ. മേലെ റോബോട്ടിൻ്റെ ഹെൽത്താണല്ലേ, നമ്മുടെ ഹെൽത്ത് എവിടെയാണാവോ ഗൈസ്. എൻ്റെ ലേസറുണ്ട്, എൻ്റെ തലയുടെ മേളിൽ ആരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് വെടിവെക്കാം. അവനെ നോക്കി പോവാണ്, അവനെ നോക്കി പോവാണ്. നമുക്കപ്പോൾ വെടിവെച്ചോണ്ട് ഇങ്ങനെ പൊങ്ങുന്ന പറഞ്ഞിടയ്ക്ക് ഗൈസ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ ഗൈസ് നമ്മുടെ സൈഡിൽ ലേസർ വന്ന് അതിൻ്റെ അടിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത്രയും ഡാമേജ് വരില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കപ്പോൾ അതിന് ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളുടെ അതിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് വെടിവെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കൊള്ളൂലോ. ഗൈസ് ഇങ്ങോട്ട് വരട്ടെ ഗൈസ്, അടി കയറി നിൽക്കാൻ പെട്ടെന്ന്. എവിടെ അതാ ഗൈസ്. അപ്പോൾ അടിയിൽ നിന്ന് കയറി നിന്നിട്ട് നമുക്ക് വെടിവെക്കാം. ഇതാണെങ്കിൽ അവന് ലേസർ താഴേക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. കൊന്നോ? അതേ നമുക്ക് കാണാൻ പറ്റുന്നില്ല. കയറി ഗൈസ്. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഗൈസ് ഇപ്പോൾ വീട്ടിലാണെന്ന് തോന്നുന്നു. ഗൈസ് വെട്ടൊക്കെ ആയിട്ട് ഗൈസ് എനിക്കൊന്നും എസ്കേപ്പ് ആയിട്ടില്ല. ഇനി ഇതും ചാടിയാലാവും എസ്കേപ്പ് ആവുക. ബസ് അവനോട് ഞാൻ കാണിക്കുന്നുണ്ട് ചാടാൻ എന്ന് പറഞ്ഞിട്ട്. അവൻ ചാടണമൊന്നുമില്ല, അവനവിടെ നിൽക്കുക. അവൻ പച്ചയുടെ അടുത്ത് പോയി നിൽക്കുകയാണ്. അതേലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയാലോ. ഇവിടെ എന്താണെന്ന് നോക്കാം. അങ്ങോട്ട് പോകാനൊരു ഡയറക്ഷൻ ഇട്ടിട്ടുണ്ടേ. ഞാനപ്പോൾ എന്തായാലും ചാടിയാവാൻ വരാത്ത കാരണം കളി കഴിഞ്ഞോ നോക്കട്ടെ. ഗൈസ് അപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.